ഹലോ ട്രേഡേഴ്സ്, വെൽക്കം. നമ്മുടെ എൻഡ് ഓഫ് ഡേ ചാർട്ട് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാനൊരു ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കാം. അതിനകത്ത് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്, എൻഡ് ഓഫ് ഡേ ചാർട്ട് അനാലിസിസ് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. അതായത് PDH-നും PDL-നും അകത്തായിരുന്നു. അതുപോലെ ഇന്നലെ നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡിങ് ഡേ ആയിരുന്നു. നല്ലൊരു ബെയറിഷ് ഡേ ആയിരുന്നു ഇന്നലെ. അപ്പം ഇന്ന് നമുക്കൊരു CPR നോക്കുകയാണെങ്കിൽ നല്ല വൈഡ് CPR ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം CPR നല്ല വൈഡ് ആണെങ്കിൽ നല്ല രീതിയിലൊരു റെസിസ്റ്റൻസോ സപ്പോർട്ടോ ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ളത്. അപ്പം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് CPR-ന്റെ താഴെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ CPR ടച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു റിവേഴ്സൽ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഫസ്റ്റ് ട്രേഡും അത് തന്നെയാണ്. ഈ ഒരു 10.5-ന്റെ ക്യാൻഡിലിൽ നമുക്കൊരു CPR റിവേഴ്സൽ ആണ് നമുക്ക് കിട്ടിയത്. അതായത് സെക്കൻഡ് CPR എന്ന് ഉള്ളൊരു റിവേഴ്സൽ. ഓക്കെ, അതായത് ഈ 3 ലൈൻസ് ആണ് നമ്മുടെ CPR എന്ന് പറയുന്നത്. സെക്കൻഡ് CPR എന്ന് പറയുന്നത് ഈ സെൻറ്ററിലെ CPR, ഇവിടെ നിന്നുള്ളൊരു റിവേഴ്സൽ. നമുക്കൊരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി ആണ് ഉണ്ടായിരുന്നത്. അതായത് ഈ ഒരു ക്യാൻഡലിന്റെ ക്ലോസിലാണ് നമ്മുടെ എൻട്രി. ഈ ഒരു ക്യാൻഡലിന്റെ മുകളിലായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യുന്നു. പക്ഷെ ആക്ച്വലി ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏറ്റവും സേഫ്. പക്ഷെ നമുക്കതൊരു കുറച്ച് പോയിന്റ്സ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു 1:2 റിസ്ക് റിവാർഡ് ഈസി ആയിട്ട് ആ ട്രേഡിൽ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഒരു സൈഡ് വേസ് ആയിരുന്നു. നമുക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നില്ല. നമുക്കിനി ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയും സെയിം നിഫ്റ്റി പോലെ തന്നെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ തൊട്ടുമുകളിൽ തന്നെ CPR ഉണ്ടായിരുന്നു. CPR-ന് ഒരു നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസും കാണിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് ട്രിഗർ ആയ അതേ സമയത്ത് തന്നെ, അതായത് 10.5-ന് തന്നെ നമുക്ക് നിഫ്റ്റിയിലും ആ സെയിം ട്രിഗർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നിഫ്റ്റിയാണ് പ്രിഫർ ചെയ്തത്, നിഫ്റ്റിയിലാണ് എൻട്രി എടുത്തത്. അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു. പക്ഷെ വീണ്ടും ആ ഒരു ഏരിയയിൽ തന്നെ വീണ്ടും ഒരു റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്ന കണ്ടപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലും ഒരു സെയിം ട്രേഡ്, അതായത് CPR റിവേഴ്സൽ തന്നെ നമ്മൾ എൻട്രി എടുക്കുകയാണ് ചെയ്തത്. ഈ ഒരു ക്യാൻഡലിൽ കണ്ടോ, 10.25-ന്റെ ക്യാൻഡലിൽ ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി ആണ്. അതായത് ഈ ഒരു ക്യാൻഡലിന്റെ ക്ലോസിലാണ് നമ്മുടെ എൻട്രി. സ്റ്റോപ്പ് ലോസ് ഈ ഒരു എല്ലാ വീക്സിന്റെ മുകളിലെ ഒരു റീജിയനിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്തത്. നമുക്ക് ഈസി ആയിട്ട് ഒരു 1:2 റിസ്ക് റിവാർഡ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ട്രേഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്ന് താഴെ പോയി, പിന്നെ ഒരു സൈഡ് വേസ് ആയിരുന്നു ഇന്നത്തെ ദിവസം ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ. അത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മൾ തമ്പനയിൽ കാണിച്ച പോലെ പലർക്കും സംശയം ഉണ്ടാവും 8% റിട്ടേൺ നമ്മുടെ ക്യാപിറ്റലിന്റെ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്തതെന്നുള്ളത് ഈ രണ്ട് ട്രേഡിൽ നിന്ന്. നമ്മളത് ബ്രീഫായിട്ടൊന്ന് പറയാം. നമ്മുടെ ട്രേഡിംഗ് മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻസിലാണ് നമ്മൾ ബൈ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു ട്രേഡിൽ നമ്മുടെ ക്യാപിറ്റലിന്റെ 2% ആണ് സ്റ്റോപ്പ് ലോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള പൊസിഷനാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ ഒരു എൻ്റെ ട്രേഡിൽ എനിക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ എൻ്റെ ക്യാപിറ്റലിന്റെ 2% ആണ് എനിക്ക് ലോസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ 2% കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ റിസ്ക് റിവാർഡ് ഒരു 2R, അതായത് 1:2 റിസ്ക് റിവാർഡാണ് നമ്മൾ നോക്കുന്നത്. അതായത് 2% എനിക്ക് ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് കിട്ടിയാൽ എനിക്ക് 4% എങ്കിലും ഞാൻ എടുക്കും. അങ്ങനെ ഈ ഒരു ട്രേഡിൽ നമുക്കൊരു 4% റിട്ടേൺ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ട്രേഡിൽ നമ്മൾ റിസ്ക് വെച്ചത് ക്യാപിറ്റലിലെ 2% ആണ്. നമ്മുടെ റിവാർഡ് 4% ആണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലി നമുക്കൊരു 8% റിട്ടേൺ നമ്മൾ ഉണ്ടാക്കി. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.